പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ദേശീയ തലത്തിലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി അംഗീകാരം ലഭിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അതിനുള്ള ജനപിന്തുണ ആ രാഹുൽ ഗാന്ധിക്ക് ഉള്ളതുകൊണ്ടാണ് പാർലമെന്റിൽ അദ്ദേഹം BJPയെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. അതറിയാവുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അത് ഒരു കുട്ടിയും ഇവിടെ വിശ്വസിക്കാനും പോകുന്നില്ല, ഒരു ഇഫക്റ്റും ഇല്ലാത്ത ഒരു പ്രചരണം ആണത്. BJPയുടെ ഇന്ത്യ രാജ്യത്തെ ഇന്ന് മതേതര ഇന്ത്യയുടെ വക്താവായി പ്രതിരോധിക്കുന്നതിൽ നമ്പർ 1 രാഹുൽ ഗാന്ധിയാണ്. അത് കഴിഞ്ഞിട്ടേ ആരെങ്കിലും ഉള്ളൂ. ആർക്കും അത് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒളിക്കാനും മറക്കാനും ചിലത് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെടുത്ത അടവ്, ഈ തെരഞ്ഞെടുപ്പത്തിലെ അടവ് വളരെയധികം പാളിപ്പോയി എന്ന് മനസ്സിലായിട്ടുണ്ട്. BJP ആയിട്ട് പല മണ്ഡലങ്ങളിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം വന്നത്. അതുകൊണ്ട് അത് മറക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രചരണമാണ്. മുഖ്യമന്ത്രിയും LDF ഒക്കെ തിരിച്ചു ആരോപണം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. RSS ബന്ധം UDF-നാണ്. കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം കണ്ടാലും അത് ചൂണ്ടിക്കാട്ടി അവർക്കത് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്ന അവരുടെ A ക്ലാസ്സിൽ, അത് അവരുടെ A ക്ലാസ് ഒന്നുമല്ല, പാലക്കാടിനെ പറ്റി അവർ A ക്ലാസ് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 18,000 വോട്ടിന് ജയിച്ചതാണ്. അപ്പോൾ അതുപോലുള്ള മണ്ഡലങ്ങളിലൊക്കെ അവർ അപ്രസക്തരായ ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതാണ് ഈ ചർച്ചക്ക് കാരണം. സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുകയാണ്. UDF-ന്റെ സമ്മർദ്ദം കൊണ്ടാണെന്നുള്ള ആരോപണം അവിടുത്തെ SDPI സ്ഥാനാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല. നമ്മൾ സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യം എന്താണ്? അത് അവരുടെ പാർട്ടി, അത് അവരുടെ നയം, അവർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ. അതവർക്ക് അവിടെ മത്സരിക്കുന്നത് ചീത്തപ്പേരുണ്ടാക്കും, അതവർക്ക് മനസ്സിലാക്കണം. AK ബാലൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ലീഗിനെ നിയന്ത്രിക്കുന്നത്. KM ഷാജിക്ക് ഒരു സുരക്ഷിത മണ്ഡലമായി വേങ്ങര കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യപ്രകാരമാണെന്നാണ് AK ബാലൻ പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിച്ച് ജനങ്ങളെ തള്ളിക്കളഞ്ഞിട്ടും പിന്നെയും ഇത് പറയുന്നത് എന്തൊരു തരം ഗതികേടാണ് എനിക്കറിയാം. ഈ തവണ അതൊന്നും പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കിട്ടുന്ന ആ കൺസൾട്ടേഷൻ, ആ പിന്തുണ അത് ഇല്ലാതാക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, മാറി ഡിവൈഡ് ആൻഡ് പോളിസി പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ അങ്ങോട്ട് പറയും, കുറെ ഇങ്ങോട്ട് പറയും. എങ്ങനെ ഒരു സാമുദായികമായ ഡിവൈഡ് ഉണ്ടാക്കാൻ കഴിയും, അത് മുതലാക്കാൻ കഴിയും എന്നാണ് അവർ നോക്കുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലായിപ്പോയി. അതുകൊണ്ട് ഇനി അവരവരുടെ പോളിസി പറയുന്നു, അത്രേ ഉള്ളൂ. എത്രയോ തെരഞ്ഞെടുപ്പിൽ അവർ വാർത്താ സമ്മേളനം വിളിച്ച് ഇടതുപക്ഷം പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ഓപ്ഷൻ, അവരുടെ